ആൻസി ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. കാനഡയിൽ നിന്നും സിസ്റ്റർ ആൻസിയെ ക്ഷണിക്കുന്നു പാട്ടിനായി. ഞാൻ ആൻസിയ, കാനഡന്ന്. ഐ എം ഹാപ്പി ദാറ്റ് ഈ ലൈനിൽ പാട്ട് പാടാൻ എനിക്കൊരു അവസരം സിസ്റ്റർ ദീനയും സിസ്റ്റർ ബിജിയും പാസ്റ്ററും ഈ ഓപ്പർച്യൂണിറ്റി തന്നു കാണും. താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലല്ലോ താൻ എത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലല്ലോ താൻ എത്ര ധന്യമേ ലോക ജീവിതം ദൈവത്തിൻ പുത്രനാം യേശു ഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലല്ലോ താൻ എത്ര ധന്യമേ ലോക ജീവിതം എത്ര ധന്യമേ ലോക ജീവിതം. Praise God. Thank you. God bless you. Thank you for beautiful song. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. താബോർ മലയില് ഹല്ലേലൂയ മോശേലിയാവും പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. തുറക്കപ്പെട്ട സ്വർഗം ന്യായപ്രമാണദാതാക്കളായിരിക്കുന്ന മോശേലിയാവും മറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഹല്ലേലൂയ. ഓ ന്യായപ്രമാണത്തിന് ചെവി കൊടുക്കുന്നവരെ, ഈ രാത്രികാലം ദൈവജന കേൾവിയില് പുതിയ നിയമ സത്യങ്ങൾക്ക് ചെവി കൊടുപ്പീൻ. യേശു ക്രിസ്തുവിന് ചെവി കൊടുപ്പീൻ. ആ പാട്ടിന്റെ ഓരോ വരികൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ, ഓ ഹല്ലേലൂയ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന പ്രത്യാശയിലേക്ക് നടത്തുന്ന ആ പാട്ടിലെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനം ദൈവം സൂക്ഷിപ്പാനും പോകുന്ന ദൈവഭക്തനെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മർമ്മങ്ങൾ പൊരുളുകൾ നമുക്കൊന്നിനും കഴിവില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. ഹല്ലേലൂയ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നരുളി ചെയ്ത മഹാരാജാവിന്റെ ആത്മാവ് ഈ രാത്രികാലം ദൈവഭക്തനിൽ കൂടെ മാറ്റമില്ലാത്ത സത്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ഹല്ലേലൂയ ഒരിക്കുന്നവർ മാറ്റുകൂടുന്ന ദൈവത്തിന്റെ വചന ഹല്ലേലൂയ ആർത്തിയോടെ നമുക്ക് ദൈവത്തിലായിരിക്കുക. ഹല്ലേലൂയ. ആർത്തിയുള്ളവരെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. വിശപ്പുള്ള നന്മ കൊണ്ട് സമ്പൂർണ്ണനാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. തിരുവചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ തക്കവണ്ണ ഹല്ലേലൂയ മഹാനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പോലും ഓഡിയൻസിലിരിക്കുന്ന സാധുക്കളായിരിക്കുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ട് വചനത്തിന്റെ വാതിൽ തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഉത്സാഹിപ്പിക്കുന്ന
ഒരാൾക്ക് ശബ്ദത്തിൽ ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാട്ടെ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി രാജാവേ നിന്നെ സ്തുതിക്കുന്നു. ഈ സന്ധ്യാസമയം കർത്താവേ നിന്റെ സന്നിധിയിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ കടന്നു വരുവാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന സാവകാശത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശത്തിന് ഭൂമിയിൽ കർത്താവെ സകല അധികാരവും ഞങ്ങൾക്ക് തന്നിരിക്കുക. നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവേ, ഇന്ന് പൽക്കാലം മുഴുവനും കർത്താവെ ഞങ്ങളെ കർത്താവെ നീ കാത്തു പരിപാലിച്ചതിലേക്കാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകൾ കർത്താവെ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് സന്ധ്യാസമയം കർത്താവെ ഈ ചെറിയ കൂട്ടത്തോട് കർത്താവ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന് സന്ധ്യാസമയത്തെ കർത്താവെ പ്രാർത്ഥന സ്വർഗം പ്രസാദിക്കുന്നതായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമേ സ്തോത്രം. വചനത്തിൽ കർത്താവെയുള്ള സകല അനുഗ്രഹങ്ങളാലും ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടെന്ന് കർത്താവെ. ഞങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ചെവികളെ കർത്താവെ നിന്റെ ശബ്ദം കേൾക്കുവാൻ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശാലതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവ് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കർത്താവെ നിന്റെ വചനം കർത്താവെ ശുശ്രൂഷിക്കാൻ നിന്റെ ദാസനെ സഹായിക്കണമേ കർത്താവെ. ക്രൂശിന്റെ മറവിൽ കർത്താവെ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. രാജാവേ സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എന്റെ കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദാസനെ വീണ്ടും കൃപ കർത്താവെ താങ്ങിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാട്ടുപാടുവാൻ സഹോദരി ആൻസിയെ കർത്താവെ കാനഡായ പ്രദേശത്ത് കർത്താവ് ഒരുക്കിയ ഞാൻ നന്ദി പറയുന്ന കർത്താവെ. നിന്റെ മക്കളെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിലായിട്ട് ഈ വചന പഠനം കർത്താവെ. രോഗികൾക്ക് സൗഖ്യം കർത്താവെ. സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കർത്താവെ. വിടുതൽ ലഭിക്കുന്നവർ ഇന്ന് രാത്രി വിടുതൽ അനുഭവിക്കാൻ ദൈവമേ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാവികൾ മാനസാന്തരപ്പെടുവാൻ കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നിന്റെ വചനത്തിലെ സകല അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. നേരത്തെ വചനം കേട്ട് നിനക്ക് വേണ്ടി നല്ല ഫലം കായ്ക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യഹോവയല്ല ഇന്നൊരു ഡിസ്റ്റർബൻസും വരാതെ കർത്താവ് കാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമം ഞങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും മഹത്വപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലായിരിക്കുക. ഹോവേ അരുളി ചെയ്യണമേ. അടിയാൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തിന് പ്രവൃത്തിയുണ്ട്. ഇന്ന് രാത്രി ആ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുത്തും. തിരുവചന ശുശ്രൂഷയ്ക്കായി ദൈവഭക്തനെ ക്ഷണിക്കുന്നു. ഒക്കലോമായിൽ നിന്നും പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവ് ഐശ്വര്യമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഈ രാത്രിയിൽ അറിയിക്കുന്നു. അവിടെയായി ദൈവവചനം കേൾക്കുവാൻ ഒരുക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അവസ്ഥ അറിഞ്ഞ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇടപെടുകയും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയിലുള്ള വിടുതല്, സൗഖ്യം, സമൃദ്ധി ഇവ അനുഭവിപ്പാൻ തക്കോണം വചനകേൾവിയിലുള്ള വാഗ്ദത്ത പ്രകാരം കർത്താവ് ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയും അതുപോലെ തന്നെ പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളും വായിച്ച് സഹായിക്കണം. താങ്ക് യു. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷ്യങ്ങളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരായവർ നമ്മെ ഫരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമയ്ക്കുവാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1 മുതൽ 12 വരെ. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം
യേശു തിരഞ്ഞെടുത്ത പരിശുദ്ധ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞും കൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി അധിക നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വീണ്ടും തിരുമുഖത്തേക്ക് ഇഴകൾ നോക്കുകയാണ്. ഞങ്ങളുടെ സ്വയമായി ഞങ്ങളിൽ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ഭണ്ഡാരം തുറന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടുകൂടി അവിടുത്തെ സന്നിധിയിലിരിക്കുന്ന ജനത്തിന് വിളമ്പിക്കൊടുക്കുവാൻ കർത്താവ് എന്നിൽ ഏൽപ്പിക്കണമേ. അത് പരിശുദ്ധാത്മ നിയോഗത്താൽ ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുത്തുവാനുള്ള കൃപയും ബുദ്ധിയും ഓർമ്മയും കർത്താവ് നൽകുമാറാകണമേ. അവിടെയായി പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ജനം കർത്താവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാകപ്പെടട്ടെ, സകല നന്മയും ലഭ്യമാകുമാറാകട്ടെ. നന്മയ്ക്കെതിരായി അനുഗ്രഹത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെ ഫൽസിക്കുന്നു. കർത്താവ് മഹത്വം എടുത്താട്ടെ. യേശുരക്ഷകന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടെ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പഠനം നാം ആരംഭിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായി പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ 5 പേരുകളെ പറ്റിയാണ് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നത്. അതിനെപ്പറ്റി ഭാഗികമായി ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ പുസ്തകത്തിന് 28 അധ്യായമുണ്ട് എന്നും 1005 വാക്യങ്ങളുണ്ട് എന്നും ദൈവവചനത്തിലെ 44-ാമത്തെ പുസ്തകമാണെന്നൊക്കെയും പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കി. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. നാം അത് ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഈ താക്കോൽ വാക്യം കൊണ്ട് വേണം ഈ പുസ്തകം തുറക്കുവാനും ഈ പുസ്തകത്തിലെ 1005 വാക്യങ്ങളും പഠിക്കുവാനും. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തെ പറ്റി നന്നായി ഒരു അറിവ് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കും. ഇന്നും ഹല്ലേലൂയ ഒരു മുഖവര പഠനമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ഹല്ലേലൂയ നാം ചെയ്യുന്നത് മുഖവര പഠനമാണെങ്കിലും ഹല്ലേലൂയ ഈ പഠനത്തിൽ കൂടി ആത്മീകമായി ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് എല്ലാ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലും കർത്താവ് നമ്മെ പ്രത്യേകമായി സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പുസ്തകത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ക്രോണോളജിക്കൽ ഓർഡർ ഹല്ലേലൂയ സ്തോത്രം ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിന് കാലാനുക്രമീകരണമായിട്ടുള്ളതായ കാലങ്ങൾ അനുസരിച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകത്തിലെ ഓരോ അധ്യായത്തെയും പ്രധാന ഇൻസിഡൻസിനെയും എങ്ങനെ നമുക്ക് വീക്ഷണം ചെയ്യാം എന്നുള്ളത് പെട്ടെന്ന് ഞാൻ വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് എഴുതിയെടുക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യെരുശലേമിൽ സഭാ രൂപീകരണമാണ് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഇൻട്രൊഡക്ടറി പഠനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ 2-ാം ഭാഗത്തെ, 1-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തെ ഹല്ലേലൂയ, സ്തോത്രം, യൂദയ്ക്ക് പകരം ഹല്ലേലൂയ, സ്തോത്രം, തിരഞ്ഞെടുക്കപ്പെടുന്ന അപ്പോസ്തലനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. AD 30 പ്രവൃത്തികളുടെ പുസ്തകം 1-2 അധ്യായത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, കാലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 7-8 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തെഫാനോസിനെ കല്ലെറിയുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. AD 31-32 ഹല്ലേലൂയ വർഷങ്ങളിലായിരിക്കണം അത് നടന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് ശൗലിന്റെ മാനസാന്തരം ദമസ്കോസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. AD 32 അത് നടന്നത്. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ ആദ്യ യെരുശലേം വിസിറ്റ് പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. AD 33 ഹല്ലേലൂയ 34 വർഷങ്ങളിലായിരിക്കണം അത് നടന്നത്. ദൈവത്തിന് സ്തോത്രം. വിജാതീയനായ കൊർന്നല്യോസിന്റെ മാനസാന്തരമാണ് പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. AD 35 ഹല്ലേലൂയ കൊർന്നല്യോസിന്റെ ഹല്ലേലൂയ ഭവനത്തിൽ പത്രോസ് പോവുകയും ഹല്ലേലൂയ കൊർന്നല്യോസും കുടുംബവും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തത്. ഹല്ലേലൂയ. വിജാതീയ സഭ വ്യക്തികളെ സഭയിലെ മെമ്പേഴ്സായി ഒഫീഷ്യലായി സ്വീകരിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതും ഹല്ലേലൂയ, സ്തോത്രം, AD 35 നടന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ 2-ാം ജെറുസലേം വിസിറ്റ് ഹല്ലേലൂയ, സ്തോത്രം, പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. AD 44 അത് നടന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാം. ഹല്ലേലൂയ, സ്തോത്രം. താഴോട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹേരോദാവ് യാക്കോബിനെ കൊല്ലുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. AD 44 അത്. ഹേരോദാവിന്റെ മരണം പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് ക്രിസ്തുവർഷം 44 ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ 1-ാം മിഷണറി യാത്ര ഹല്ലേലൂയ, സ്തോത്രം, ഏഷ്യയിലേക്കുള്ളതായ മിഷണറി യാത്രയാണ്. ഗലാത്യ ദേശങ്ങളിലെ സഭകൾ സ്ഥാപിക്കുന്നത് ആ സന്ദർഭത്തിലായിരിക്കണം. പ്രവൃത്തികളുടെ പുസ്തകം 13-14 അധ്യായങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. AD ഹല്ലേലൂയ, സ്തോത്രം, 45 മുതൽ 48 വരെയുള്ള 3 വർഷങ്ങളിലായിരിക്കണം 1-ാം മിഷണറി യാത്ര നടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യെരുശലേം കൗൺസിൽ സഭയുടെ ആദ്യത്തെ കൗൺസിലാണ് പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതേ ഹല്ലേലൂയ ക്രിസ്തുവർഷം 50 ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ 2-ാം മിഷണറി യാത്ര യൂറോപ്പിലേക്കുള്ളതാണ്. 1-ാം മിഷണറി യാത്ര ഏഷ്യൻ ഭൂഖണ്ഡത്തെ കേന്ദ്രം ആക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിയോഗിച്ച് ഹല്ലേലൂയ താൻ ശുശ്രൂഷ ചെയ്തത് എങ്കിൽ ഹല്ലേലൂയ 2-ാം മിഷണറി യാത്രയിൽ പരിശുദ്ധാത്മാവ് തന്നെ നടത്തിയത് യൂറോപ്പിലേക്ക്, പ്രധാനമായി ഗ്രീസിലേക്കാണ് നടത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2-ാം മിഷണറി യാത്രയിൽ താൻ സഞ്ചരിച്ചിട്ടുള്ളതായ ഹല്ലേലൂയ, സ്തോത്രം, അഖായ, മാസിഡോണിയ പ്രദേശങ്ങളെല്ലാം ഗ്രീക്ക് ദേശത്തുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. AD 50 മുതൽ 53 വരെയുള്ള വർഷങ്ങളിലായിരിക്കണം അത് നടന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ 3-ാം മിഷണറി യാത്രയാണ് പ്രവൃത്തികളുടെ പുസ്തകം 19-20 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അനോ ഡൊമിനിയൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ക്രിസ്തുവർഷം ഹല്ലേലൂയ, സ്തോത്രം, AD ഹല്ലേലൂയ, സ്തോത്രം, 54 മുതൽ 57 വരെയുള്ള കാലഘട്ടത്തിലായിരിക്കണം. AD എന്നുള്ളതിന്റെ ഫുൾ ഫോം അനോ ഡൊമിനിയൻ എന്നാണ്. ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതല്ല, അത്
അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. തെറ്റായി പറയുന്നതാണ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ളത്. അങ്ങനെയല്ല. അനോ ഡൊമിനിയൻ എന്നുള്ളതായ ഹല്ലേലൂയ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ഹല്ലേലൂയ ഇയർ ഓഫ് അവർ ലോർഡ്, നമ്മുടെ കർത്താവിന്റെ വർഷം എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ AD എന്നുള്ള വാക്കിന് അനോ ഡൊമിനിയൻ അഥവാ നമ്മുടെ ക്രിസ്തു വർഷം, കർത്താവിന്റെ വർഷം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അടുത്തത് ഹല്ലേലൂയ പൗലോസിന്റെ ഹല്ലേലൂയ സ്തോത്രം എഫെസോസിലേക്ക് വരികയാണ്. ഏഷ്യയിലുള്ളതായ എഫെസോസ്, ഇന്നത്തെ ടർക്കിയിലേക്ക് പൗലോസ് വരുന്നതാണ് അടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എഫെസോസിൽ അപ്പോസ്തലനായ പൗലോസ് 3 വർഷം താമസിച്ചതായി പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാം. AD 54 മുതൽ 57 വരെ അദ്ദേഹം എഫെസോസിൽ, ടർക്കിയിലുള്ളതായ എഫെസോസിലായിരിക്കണം ശുശ്രൂഷ ചെയ്ത സഭകൾ സ്ഥാപിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് അതിനുശേഷം അഖായ പ്രദേശങ്ങളിലേക്ക്, അത് ആ കൊരിന്ത് സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് AD 57 ഏതാണ്ട് 3 മാസത്തോളം പൗലോസ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം പൗലോസ് ഫിലിപ്പിയയിലേക്ക് കടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മഞ്ഞുകാലമായതുകൊണ്ട് ഹല്ലേലൂയ അല്പനാളെ അവിടെ പാർത്തത് ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് AD 58 അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിലേക്ക് കടന്നു വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. അത് AD 58 തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ വെച്ച് പൗലോസിനെ ഹല്ലേലൂയ ബന്ധിതനാക്കുകയും ഹല്ലേലൂയ കൈസീരിയൻ ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൈസീരിയയിലുള്ളതായ ജയിലിൽ 2 വർഷത്തോളം ഉണ്ടായിരുന്നതായി പ്രവൃത്തികളുടെ പുസ്തകം 24 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. AD 58-60 വർഷങ്ങളിലായിരിക്കണം അത് നടന്നത്. ഹല്ലേലൂയ ഈ സന്ദർഭത്തിലായിരിക്കണം ഹല്ലേലൂയ സ്തോത്രം ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസിന്റെ സുവിശേഷം കൈസീരിയയിൽ വെച്ച് എഴുതുവാൻ കാരണം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നാം ഇനിയും അടുത്ത ആഴ്ചയിലോ അതിന്റെ പിന്നത്തെ ആഴ്ചയിലോ ചിന്തിക്കുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പൗലോസിനെ ഇംപ്രിസനായി ഹല്ലേലൂയ പൗലോസിനെ ബന്ധിതനായി റോമിലേക്ക് പോകുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വോയേജ് ടു റോം. ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം 27, 28 അധ്യായങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. AD 60, 61 ഹല്ലേലൂയ വർഷങ്ങളിലായിരിക്കണം പൗലോസിന്റെ റോമിലേക്കുള്ള യാത്ര. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഹല്ലേലൂയ റോമിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു വീട്ടുതടങ്കലിൽ 2 വർഷം താമസിച്ചു എന്നുള്ളതായ റെക്കോർഡ് നമുക്ക് നൽകിക്കൊണ്ടാണ് വൈദ്യനായ ലൂക്കോസ് പ്രവൃത്തികളുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം AD 61 മുതൽ 63 വരെയുള്ള വർഷങ്ങളിലായിരിക്കണം. ഈ സന്ദർഭത്തിലായിരിക്കണം വൈദ്യനായ ലൂക്കോസ് ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം എഴുതുവാൻ തക്കവണ്ണം കാരണമായത്. കൈസീരിയൻ ജയിലിലായിരുന്നതായ AD 58 മുതൽ 60 വരെയുള്ള വർഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷവും അത് കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞ് ഹല്ലേലൂയ അതിനെ തുടർമാനമായി ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകവും വൈദ്യനായ ലൂക്കോസ് എഴുതി എന്ന് നമുക്ക് ഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം ഹല്ലേലൂയ വീണ്ടും നാം ആഴത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ആഴ്ചയോ അതിന്റെ പിന്നത്തെ ആഴ്ചയോ നാം ചിന്തിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പൗലോസിനെ 2 വർഷം കഴിഞ്ഞിട്ട് AD 63 ആയപ്പോഴേക്കും ജയിലിൽ നിന്നും വിമുക്തനാക്കി എന്നാണ് ഹല്ലേലൂയ വേദവിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. അതിനെ സാരമായ തെളിവുകൾ നമുക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം വീണ്ടും പൗലോസ് ബന്ധിതനാകുകയും ഹല്ലേലൂയ സ്തോത്രം പൗലോസെ പിന്നീട് ഹല്ലേലൂയ സ്തോത്രം രക്തസാക്ഷിയായി തീരുകയും ചെയ്യുന്നത് തിമോഥെയോസിന്റെ ലേഖനങ്ങളിലൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് സന്തോഷമുള്ളതായ ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 33-ൽ പരം വർഷത്തെ ഹല്ലേലൂയ ചരിത്ര റെക്കോർഡുകളാണ് 4 സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ
ഹല്ലേലൂയ സ്തോത്രം, സഭയുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് വാങ്ങി തിരുസഭയ്ക്ക് കൊടുത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ തിരുസഭയുടേതായിട്ടുള്ള ശുശ്രൂഷ 33 പരം വർഷം കർത്താവ് ഈ ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം ആയിരുന്ന എത്രയും വർഷമുണ്ടോ അത്രയും വർഷത്തെ സഭയുടെ റെക്കോർഡ് പ്രവർത്തികളുടെ പുസ്തകത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഹല്ലേലൂയ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പിമ്പിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എത്ര ആഴമെന്നേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷങ്ങളിൽ നാം കാണുന്നത് ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കാണുന്നു. നമുക്കറിയാവുന്ന വാക്യമാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 4 സുവിശേഷങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഗോതമ്പ് മണി, നല്ല ഗോതമ്പ് മണിയാകുന്ന കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം കാൽവറി ക്രൂശിൽ മരിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അത് നിലത്ത് വീണ് ഹല്ലേലൂയ സ്തോത്രം ഗോതമ്പ് മണി തനിയെ ഇരിക്കാൻ നിലത്ത് വീണ് മരിക്കുന്നത്, അഥവാ കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നതാണ് നാം കാണുന്നത്. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മരിച്ചതായ ക്രിസ്തു ഹല്ലേലൂയ ഈ ഗോതമ്പ് മണി ഹല്ലേലൂയ സ്തോത്രം 100 മേനിയിലധികം വിളവുണ്ടാക്കി ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുയേശുവിൽ വളർന്ന ഹല്ലേലൂയ കർത്താവിന്റെ സഭ, കർത്താവിന്റെ കൃഷിയെ, ദൈവത്തിന്റെ കൃഷിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിന്റെ കൃഷി എന്ന് 1 കൊരിന്ത്യർ ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വേണ്ടി നല്ല ഗോതമ്പ് മണിയായ ക്രിസ്തു ജീവനെ തന്നതിനാൽ, അവിടുത്തെ പുറം ഉഴവുചാലുകൾ പോലെ കീറിയതിനാൽ, ഒരു കൃഷിക്കാരൻ നിർദാക്ഷിണ്യം ഹല്ലേലൂയ തന്റെ കൃഷികളെ ഹല്ലേലൂയ കൃഷിസ്ഥലത്തെ പൂട്ടി ഉഴുതി മറിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുറം ഉഴവുചാലുകൾ പോലെ കീറി അവിടുന്ന് നമ്മെ സ്നേഹിച്ചതിനാൽ നാം ക്രിസ്തുയേശുവിൽ വേരൂന്നി വളരേണ്ടതിനെ ക്രിസ്തുയേശുവിൽ നമ്മെ നട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ നട്ടിരിക്കുന്നത് ക്രിസ്തുയേശുവിലാണ്. നാം ഈ ഭൂമിയിൽ ഈ മൺമയമായ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നാം വേരൂന്നി വളരുന്നതോ ക്രിസ്തുവിലാണ് എന്ന് പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കണം. നല്ല ഗോതമ്പ് മണിയാകുന്ന ക്രിസ്തുവിൽ ഹല്ലേലൂയ ഫലം കായ്ച്ച് ഹല്ലേലൂയ അവനിൽ വേരൂന്നി അവനു വേണ്ടി പ്രകാശിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിൽ നാം വേരൂന്നിയിരിക്കുന്നു എങ്കിൽ അവിടുത്തെ പുറം ഉഴവുചാലുകൾ പോലെ കീറി ഹല്ലേലൂയ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന നാം ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ രക്തത്തിൽ ഹല്ലേലൂയ സ്തോത്രം കുളിച്ച് നമ്മുടെ പാപക്കറകൾ കഴുകി വെടിപ്പാക്കി ഹല്ലേലൂയ സ്തോത്രം പുതുജീവൻ പ്രാപിച്ച് നമ്മുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി പുതിയ സൃഷ്ടിയായി നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിലേക്ക് നാം വേരൂന്നി അവിടുത്തെ ദൈവത്തിന്റെ കൃഷിയായി നാം വളരുന്നു എങ്കിൽ ക്രിസ്തുയേശുവിലുള്ള അനുഗ്രഹം, ക്രിസ്തുയേശുവിൽ കൂടെ പ്രാപിക്കുന്ന വിടുതൽ, ക്രിസ്തുയേശുവിൽ കൂടെ പ്രാപിക്കുന്ന രോഗസൗഖ്യം, ക്രിസ്തുയേശുവിൽ കൂടെ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. ഈ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ മുഖപരമായ ഒരു പഠനമാണ് നാം ചെയ്യുന്നത് എങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സൗഖ്യം പ്രാപിക്കുമാറാകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, വിവിധ ഭാരങ്ങളാൽ ഞെരുങ്ങി കരയുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് വിടുതൽ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യതയെ പറ്റി അല്പമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ തന്നെയും സംക്ഷിപ്തമായ ഒരു പഠനം മാത്രമേ സമയലാഭത്തിനു വേണ്ടി നാം ചെയ്യുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ഒന്ന്, ചരിത്രപരമായി ഹല്ലേലൂയ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷത്തിന് തുടർമാനമായി പ്രവൃത്തികളുടെ പുസ്തകം നിൽക്കുന്നതിനാൽ ഹല്ലേലൂയ തിരുവചനത്തിൽ ഈ പുസ്തകത്തിന് സഭാപരമായി ഈ പുസ്തകത്തിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. ഹല്ലേലൂയ കാനോനികമായി ഹല്ലേലൂയ പുസ്തകങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഒന്നിച്ച് ക്രോഡീകരിക്കുന്ന സന്ദർഭത്തിൽ വൈദ്യനായ ലൂക്കോസ് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയതായ ഈ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം ദൈവിക വിഷയമായി എഴുതിയതാണ്, ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ രേഖപ്പെടുത്തിയതാണ് എന്ന് ഹല്ലേലൂയ ഒരു സംശയവും കൂടാതെ അതിനെ ചേർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ പ്രവൃത്തികളുടെ പുസ്തകം നമുക്ക് ലഭ്യമായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം ഹല്ലേലൂയ സ്തോത്രം ചരിത്രപരമായി നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ 66 പുസ്തകങ്ങളാണ് ദൈവവചനത്തിലുള്ളത്. ആ 40 ഹല്ലേലൂയ എഴുത്തുകാരാലാണ് ഈ 66 പുസ്തകങ്ങൾ, പഴയ പുതിയ നിയമ പുസ്തകങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒന്നിച്ച് ദൈവവചനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 40 എഴുത്തുകാരാൽ ഹല്ലേലൂയ സ്തോത്രം റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഓതർ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിന്റെ ഓതർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആൻഡ് ദ എഡിറ്റർ of the book of Holy Bible is Holy Spirit. The author and the editor, hallelujah സ്തോത്രം, is Holy Spirit. പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം 40 ഹല്ലേലൂയ വ്യക്തികളിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടെയും അറിയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം ഉപദേശപരമായി നമ്മെ പഠിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ ഹല്ലേലൂയ പ്രവാചകന്മാർ, ഭക്ത ശിരോമണികൾ പ്രാർത്ഥിക്കുകയും കാംക്ഷിക്കുകയും കൊതിക്കുകയും ചെയ്തതായ മശിഹ ക്രിസ്തുവാണ്. പ്രവാചകന്മാരാൽ ഹല്ലേലൂയ സ്തോത്രം പ്രവചിച്ച് ഹല്ലേലൂയ സ്തോത്രം പ്രവചനത്തിന്റെ ദൂതുകളുടെ നിവർത്തീകരണം എന്ന വണ്ണം വചനം ജഡമായി ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു ഹല്ലേലൂയ മറ്റാരുമല്ല, വാഗ്ദത്ത മശിഹയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. ചരിത്രകാരനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൂടെയും പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മശിഹയായ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ജനനം, മരണം, ഹല്ലേലൂയ ഇതിനിടയിലുള്ളതായ ഹല്ലേലൂയ ആത്മനിറവിലുള്ളതായ ദൈവികമായ ശുശ്രൂഷ, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇവയൊക്കെയും വളരെ വ്യക്തമായും മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവേശു ഏകരക്ഷിതാവേ, അനേക രക്ഷിതാക്കളിൽ ഒരുത്തനല്ല, ക്രിസ്തുവേശു തന്നെ ഏകരക്ഷിതാവേ, യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും രക്ഷകനായി ക്രിസ്തു തീർന്നു. ഈ കർത്താവിനെ രക്ഷിതാവും ഹല്ലേലൂയ കർത്താവുമായി അംഗീകരിച്ച് ഹല്ലേലൂയ മക്കളും അവകാശികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശവും പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. യുഗപരമായി ഈ പുസ്തകത്തിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണ യുഗം കഴിഞ്ഞ് കൃപായുഗത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് പ്രവൃത്തികളുടെ പുസ്തകം. ഹല്ലേലൂയ സ്തോത്രം. മലാക്കി പ്രവചനം വരെയും ന്യായപ്രമാണ യുഗത്തെയാണ് കാണിക്കുന്നത്. 4 സുവിശേഷങ്ങൾ ക്രിസ്തുവേശുവിന്റെ ഈ ഭൂമിയിലുള്ളതായ ശുശ്രൂഷയെ ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ മണവാട്ടിയാകുന്ന, അവിടുത്തെ തിരുശരീരമാകുന്ന തിരുസഭയിൽ കൂടെ കൃപയുടെ സുവിശേഷം ഹല്ലേലൂയ കൃപയുടെ യുഗം ആരംഭിക്കുന്നത് ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യക്തിപരമായി
ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. 77 ആൾക്കാരുടെ പേരുകൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ടർ ഓഫ് പേഴ്സൺ. ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല. ഈ 77 പേരിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വലിയവരുണ്ട്, വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, യഹൂദനുണ്ട്, യവനനുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ബർബരനുണ്ട്, ജ്ഞാനിയുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം, എല്ലാ വ്യക്തികളെയും സർവഭൂമിയിലുള്ള സകല വ്യക്തികളെയും സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതായ ഈ മനോഹരമായ പുസ്തകത്തെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം പോലെ ആരംഭങ്ങളുടെ പുസ്തകമാണ് ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തികളുടെ പുസ്തകം. ഹല്ലേലൂയ സ്തോത്രം. ഈ പുസ്തകത്തിലാണ് സഭയുടെ ആരംഭം നാം കാണുന്നത്. ഹല്ലേലൂയ. ക്രൈസ്തവ സഭയിൽ കൂടെ ലോകത്തിൽ നടന്ന വ്യത്യസ്ത അനുഭവങ്ങൾ, ഹല്ലേലൂയ, പ്രത്യേക ശുശ്രൂഷകൾ, പ്രസംഗം, ഹല്ലേലൂയ സ്തോത്രം, ഉപദേശങ്ങൾ, ഹല്ലേലൂയ, ഹീലിംഗ് മിനിസ്ട്രി, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠമേറിയ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചവരുടെ ഗണത്തെ നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അതുവരെയും യഹൂദൻ 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 എന്ന് പറയുന്നതുകൊണ്ട് ഒരു ജുഡിയൽ സിസ്റ്റം മാത്രം ഹല്ലേലൂയ സ്തോത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ വെട്ടിമുറിച്ച് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഹല്ലേലൂയ പുറജാതി ലോകത്തു നിന്നും ഏതൊരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നുവോ അവൻ കർത്താവിങ്കിലേക്ക് കടന്നു വരുന്ന ഹല്ലേലൂയ സ്തോത്രം സഭയുടേതായ പ്രത്യേക ദൗത്യത്തിന്റെ ആരംഭങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. സഭായോഗം എങ്ങനെ നടത്തണം, എന്താണ് സഭായോഗം, സഭാ കൗൺസിൽ എങ്ങനെയായിരിക്കണം, ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ വിദേശ മിഷൻ എങ്ങനെയായിരിക്കണം, അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ആരോഹണം എങ്ങനെ വേണം, ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെയാണ് ഓർഡിനേഷൻ നടത്തേണ്ടത്, വിശ്വാസ സ്നാനം എന്നാൽ എന്താണ്, അതെങ്ങനെ നടത്തണം, തിരുവത്താഴ ശുശ്രൂഷയ്ക്കുള്ള ശ്രേഷ്ഠത എന്ത്, സഭാ ജീവിതം എന്താണ്, ഹല്ലേലൂയ സഭാ ജീവിതത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്, ഹല്ലേലൂയ സ്തോത്രം, സഭയുടെ സ്ഥാനം സമൂഹത്തിൽ എങ്ങനെയാണ് ഉള്ളത്, മതപീഡനം, ക്രിസ്ത്യാനിത്വത്തിന്റെ വിവിധമായ കാര്യങ്ങൾ, ഇവയൊക്കെ ഹല്ലേലൂയ ഒരാരംഭങ്ങളുടെ പുസ്തകം പോലെ നമുക്ക് ഹല്ലേലൂയ വിശകലനം ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി, സുവിശേഷീകരണത്തിനു വേണ്ടി ഹല്ലേലൂയ പ്രാദേശിക ദേശത്തോ വിദേശത്തോ യാത്ര ചെയ്യുവാനും സുവിശേഷീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകം വളരെ പ്രയോജനപ്പെടും. 53 സ്ഥലങ്ങളെപ്പറ്റി ഈ പുസ്തകത്തിൽ പേര് പറഞ്ഞ് ആ ദേശത്തൊക്കെയും സഭകൾ സ്ഥാപിക്കപ്പെടുകയും ഹല്ലേലൂയ എങ്ങനെയാണ് ഹല്ലേലൂയ മിഷൻ ഫീൽഡിൽ വിശാലത വരുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം പട്ടണങ്ങളിലേക്കാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷകളും അതുപോലെ തന്നെ ഈവൻ ഡീക്കൻസിന്റെ ശുശ്രൂഷ പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ കൊണ്ട് നിർത്താതെ ഉൾപ്രദേശത്തിലേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. ഒരു സുവിശേഷകൻ ഹല്ലേലൂയ യഥാർത്ഥമായി എങ്ങനെയാണ് സുവിശേഷ പോർക്കളത്തിൽ ആയിരിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മിഷണറി പ്രവർത്തനത്തിനായിട്ടുള്ളതായ പ്രസംഗങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും അധികം ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ പ്രസംഗിച്ചിട്ടുള്ളത് പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വേല എങ്ങനെ വേണം, ഹല്ലേലൂയ ആർക്കാണ് വേലയ്ക്കായി വിളി ലഭിച്ചിരിക്കുന്നത്, വേലയ്ക്കായി വിളി ലഭിച്ചിരിക്കുന്ന വ്യക്തിയുടെ സമർപ്പണം, ഹല്ലേലൂയ സ്തോത്രം, സുവിശേഷ വേലക്കാരെ എങ്ങനെയാണ് മാനിക്കേണ്ടത്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഹല്ലേലൂയ സ്തോത്രം മറ്റൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകവും ഹല്ലേലൂയ സ്തോത്രം ലേഖനങ്ങളും തമ്മിലുള്ളതായ പൊരുത്തമാണ്. ഹല്ലേലൂയ സ്തോത്രം അത് തമ്മിലുള്ള ബന്ധം
ബന്ധം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിലാണ്, ഹല്ലേലൂയ 13-14 അധ്യായത്തിലാണ് ഗലാത്യ ദേശങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്ര നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യെരുശലേം കൗൺസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുന്നത് യെരുശലേം കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം 2-ാം മിഷണറി യാത്രയ്ക്ക് മുമ്പായിട്ടായിരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഗലാത്യ ലേഖനം AD 50-ലായിരിക്കണം എഴുതിയത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നോക്കുക, പ്രവർത്തികളുടെ പുസ്തകവും ഗലാത്യ ലേഖനവും തമ്മിൽ, അഥവാ പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം, 15-ാം അധ്യായം, 13-ാം അധ്യായം, ഇവയും ഗലാത്യ ലേഖനവും തമ്മിലുള്ള ബന്ധം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ സഭ സ്ഥാപിച്ചത് ഹല്ലേലൂയ 3 ആഴ്ച കൊണ്ടാണ് എന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം പീഡനമുണ്ടായപ്പോൾ താൻ ഹല്ലേലൂയ അഥേനയിലേക്ക് പോകുകയും ഹല്ലേലൂയ സ്തോത്രം ഏഥൻസിൽ നിന്നുകൊണ്ട്, അഥവാ അഥേനയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ തെസ്സലോനിയർക്ക് ലേഖനം എഴുതി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ തെസ്സലോനിക്ക ലേഖനം ഹല്ലേലൂയ സ്തോത്രം AD 50-ന് ശേഷമായിരിക്കണം എഴുതിയത്. അങ്ങനെയെങ്കിൽ ഗലാത്യ ലേഖനം ആയിരിക്കണം പൗലോസിന്റെ ലേഖനങ്ങളിലെ ആദ്യത്തെ ലേഖനം. ഹല്ലേലൂയ സ്തോത്രം. തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്ക സഭ സ്ഥാപിതമായത്. ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നാം ഒരു തുലന പഠനം ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. രണ്ടാമതായി ഹല്ലേലൂയ തെസ്സലോനിക്ക ലേഖനമായിരിക്കണം അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം എഴുതിയത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യർക്കുള്ള ലേഖനം എഫെസോസിൽ വെച്ച് താൻ എഴുതിയെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം ഹല്ലേലൂയ ഒക്കെയും വായിക്കുമ്പോൾ, 20-ാം അധ്യായം ഒക്കെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. റോമാലേഖനം ഹല്ലേലൂയ സ്തോത്രം റോമർ 15-ാം അധ്യായം വായിക്കുന്നതായ സന്ദർഭത്തിൽ അതിന്റെ 25-ാം വാക്യം യെരുശലേമിലേക്കുള്ള യാത്രയിലായിരിക്കണം താൻ എഴുതിയത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദൈവത്തിന് സ്തോത്രം. 3-ാം മിഷണറി യാത്ര കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ തന്റെ കാരാഗ്രഹ ലേഖനങ്ങൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ കൊലോസിയർ, ഫിലമോൻ, എഫേസ്യർ, ഫിലിപ്പിയർ എന്നീ ലേഖനങ്ങൾ എഴുതി. ഹല്ലേലൂയ സ്തോത്രം. അതും പ്രവർത്തികളുടെ പുസ്തകങ്ങളുമായിട്ട് നമുക്ക് തുലനം ചെയ്ത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ തന്റെ 2-ാമത്തെ കാരാഗ്രഹ സമയത്തായിരിക്കണം ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം തിമോഥെയോസിന്റെ ലേഖനങ്ങളും ഹല്ലേലൂയ തീത്തോസിന്റെ ലേഖനങ്ങളും എഴുതുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനിയും ഹല്ലേലൂയ സ്തോത്രം പറയുവാൻ ആഗ്രഹിച്ചതായ ഒരു കാര്യം പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം സമയമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയ്ക്ക് നൽകിയതായ ദൂതിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ജനറലായി നാം ചിന്തിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെയുണ്ട്. അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിന്റെ ഹല്ലേലൂയ റൈറ്റിംഗ്സിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇതിന്റെ ഉദ്ദേശത്തെ പറ്റി ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായി ഹല്ലേലൂയ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജസ്റ്റ് ഉദ്ദേശത്തെ പറ്റി മാത്രമേ ഇന്ന് പറയുകയുള്ളൂ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായ 4-5 വിഷയങ്ങളുണ്ട്.
അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാൻ ഒക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല എങ്കിൽ അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച, അടുത്ത 2 വീക്കിൽ കൂടെ പഠിക്കുന്നതായ സന്ദർഭത്തിൽ മുഖവര പഠിച്ച് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് വി വിൽ ട്രൈ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മുഖവരയായി നാം അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ താനും. ഹല്ലേലൂയ, സ്തോത്രം. ആഴമായി പഠിക്കുകയാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് 2 months എടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് നാം പോകുന്നില്ല. 4 to 5 weeks, 3 to 4 ആണ് എൻ്റെ ആഗ്രഹം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 4 ആഴ്ച കൊണ്ടെങ്കിലും തീർക്കുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം. 4-ാം വാക്യത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിനെ, ഹല്ലേലൂയ, the certainty of the things that you already know. ഹല്ലേലൂയ, സ്തോത്രം. തിയോഫിലോസിനോടെ ലൂക്കോസ് പറയുകയാണ്, ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം താൻ എഴുതുവാനുള്ള കാരണം, ഹല്ലേലൂയ, തനിക്ക് ഹല്ലേലൂയ, സ്തോത്രം, ലഭിച്ചിരിക്കുന്ന ഉപദേശം, ക്രിസ്തുയേശുവിനെ പറ്റിയുള്ള വാർത്തയുടെ നിശ്ചയം അറിയുക എന്നുള്ളതാണ് ഹല്ലേലൂയ എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റി ഹല്ലേലൂയ, സ്തോത്രം, ഒരു ക്ലാസ് തന്നെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ എടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇഫ് ഇറ്റ് ഈസ് നെക്സ്റ്റ് വീക്ക് ഓർ വീക്ക് ആഫ്റ്റർ നെക്സ്റ്റ്, വി വിൽ ഗോ ഡീപ്പ് ഇൻ ടു ഇറ്റ്. ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, നിശ്ചയം, the certainty of the things we know. ഹല്ലേലൂയ, നാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിശ്ചയം നമുക്കുണ്ടായിരിക്കണം. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഇന്ന് രാത്രിയിലെ ഈ ക്ലാസ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, തിയോഫിലോസിനെ എഴുതുവാനുള്ള കാരണങ്ങളും മറ്റുമൊക്കെ ലൂക്കോസും തിയോഫിലോസും ഒക്കെ നാം ഇനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് പഠിക്കുന്നതായ സന്ദർഭത്തിൽ ആഴത്തിൽ നാം ഇറങ്ങി പഠിക്കുന്നതായിരിക്കും. ഇന്ന് നാം ഈ ഒറ്റ വാക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ലൂക്കോസിന്റെ ഹല്ലേലൂയ സുവിശേഷം എഴുതുന്നതിന്റെ ഹല്ലേലൂയ ഒരു ഉദ്ദേശം, ഹല്ലേലൂയ, the certainty of the things that hallelujah Theophilus already knew. hallelujah, തിയോഫിലോസ് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണ നിശ്ചയം അറിയുക. ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ദൈവവചനം വായിച്ച് നാം അങ്ങനെ ഓടിച്ചു പോകുന്നവരായിട്ടല്ല, നാം എന്തൊന്ന് വിശ്വസിച്ചിരിക്കുന്നുവോ, ഹല്ലേലൂയ, ജീവന്റെ വചനമാകുന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് എന്തൊന്ന് തന്നിരിക്കുന്നുവോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തൊന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നുവോ, അതിനെപ്പറ്റി ഒരു സെർട്ടിനിറ്റി നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആ സെർട്ടിനിറ്റി, ഹല്ലേലൂയ, സ്തോത്രം, തിയോഫിലോസിന് ഉണ്ടാകേണ്ടതിന് ഹല്ലേലൂയ ലൂക്കോസ് എങ്ങനെ 24 അധ്യായങ്ങൾ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി എന്ന് ഹല്ലേലൂയ, സ്തോത്രം, നാം അത് സുവിശേഷം പൊതുവിലൊന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് ആ സെർട്ടിനിറ്റി, ഹല്ലേലൂയ, നിശ്ചയം, വിശ്വസിച്ച കാര്യത്തിന്റെ നിശ്ചയത്തെ പറ്റി ഹല്ലേലൂയ ഒരാഴമായ അറിവ് നമുക്കുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം മനസ്സിലാക്കണം, സഭയുടെ ആരംഭകാലമാണ്. ഇന്നത്തെ പോലെ അനേക പ്രാസംഗികന്മാരോ ടീച്ചേഴ്സോ ഹല്ലേലൂയ വചനത്തിന്റെ ഡെപ്സിൽ നിന്നും പഠിപ്പിച്ചിരിക്കുന്ന അവസ്ഥയല്ല. ഹല്ലേലൂയ, വിശേഷാൽ തിയോഫിലോസ് may not be a Jewish person. അതുകൊണ്ട് തന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഹല്ലേലൂയ, സ്തോത്രം, പഴയ നിയമത്തിൽ നിന്നൊന്നും ഒരു വലിയ അറിവ് തനിക്കില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷയെ പറ്റിയൊക്കെ താൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു. അതിന്റെ സെർട്ടിനിറ്റി ഹല്ലേലൂയ തിയോഫിലോസിന് ഉണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. നോക്കുക, ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ സെർട്ടിനിറ്റി ഉണ്ടാകേണ്ടതിന് ഹല്ലേലൂയ ആ വൈദ്യനായ ലൂക്കോസ് ഹല്ലേലൂയ എഴുതിയിരിക്കുന്ന സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം എങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം അവിടുത്തെ ഓമന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്നു നമുക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്ന
ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു സെർട്ടിനിറ്റി ഇന്ന് രാത്രി നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ ഒരവസ്ഥയിൽ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ അവിടെയും ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉപദേശത്തിൻ്റെതായിട്ടുള്ള കാറ്റിനാൽ ഉലയുന്ന ഓട ഹല്ലേലൂയ അതും ഇതുമൊക്കെയും കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ ഉണ്ടാകുമ്പോൾ വചനത്തിൽ വിശ്വസിച്ച് ഈ വചനം എനിക്കുള്ളതാണ്, ഈ വചനത്തിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുന്നു, വചനമാണ് ജഡമായി തീർന്നത്, ക്രിസ്തുവിന്റെ ജഡവാസം, വചനം ജഡമായി തീർന്നത് ഒരു വലിയ വിഷയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നാം ഇന്ന് മനസ്സിലാക്കണം, നാം കേൾക്കുന്നതായ ഈ ജീവന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുന്നുണ്ട്. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം ഈ വചനത്തിൽ കൂടെ വ്യാപരിക്കുന്നുണ്ട്. അവൻ അതിവേഗം ഓടുന്ന വചനമയച്ച് അവരെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 107-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. 4 ഗ്രൂപ്പ് ആൾക്കാരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. 2-ാം കൂട്ടരോടാണെന്ന് ഒന്ന് പറയുന്നു, അവൻ വചനം അയച്ച് അവരെ വിടുവിച്ചു എന്ന് പ്രത്യേകമായി കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, God send his word. His word will do its work. It will not come back to the Lord in vain. ഇന്ന് കേൾക്കുന്ന വചനം അല്ലെങ്കിൽ അത് വെറുതെ കർത്താവിലേക്ക് മടങ്ങി വരികയില്ല. ഇന്ന് കേൾക്കുന്നതായ വചനം നമുക്ക് വിടുതലും സൗഖ്യവും സമൃദ്ധിയും ആനന്ദവും ഉളവാക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു, അവിടുത്തെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു, തന്റെ ജീനിയോളജി ആദാം വരെയും ഹല്ലേലൂയ ലൂക്കോസ് കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ കർത്താവിന്റെ മിഷൻ, ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് പോയതായ ശോധനകൾ, ഹല്ലേലൂയ, സ്തോത്രം. അവസാനമായി കാൽവറി ക്രൂശിൽ മരിച്ചത്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ബറിയൽ, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്, സ്വർഗാരോഹണം, ഇന്ന് രാത്രിയിൽ നാം വായിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വലിയ റിപ്പോർട്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനാ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു സെർട്ടിനിറ്റി ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അപ്പൊ നാം ദൈവവചനം വായിക്കുന്ന എന്തിനാണ്? ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഉറപ്പ്, ഒരു ദൃഢത, ഹല്ലേലൂയ, ഒരു സ്ഥിരത, ഹല്ലേലൂയ, സ്തോത്രം നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോൾ ഇരുവായ്ത്തലയുള്ള ഈ വചനം എന്ന വാളിനാൽ ഹല്ലേലൂയ അത് പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും തുളച്ച് വേർതിരിക്കുന്നതും വരെ ഹല്ലേലൂയ, സ്തോത്രം, ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാളാണ്. ഇരുവായ്ത്തലയുള്ള വചനമെന്ന് ഹല്ലേലൂയ തിരുവചനത്തെ പറയുവാൻ തക്കവണ്ണം കാരണം എബ്രായ സഭയിലോടാണ് അത് പറയുവാനുള്ള കാരണം എബ്രായ സഭയ്ക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. പുരോഹിതന്മാരുടെ കയ്യിൽ വാളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യാഗത്തിനായുള്ള വാളുണ്ട്. ഈ വാള് ഹല്ലേലൂയ, സ്തോത്രം, യാഗമൃഗത്തെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ അതിന്റെ തോലിരിച്ചിട്ട് കണ്ണമായി പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർതിരിച്ച് കണ്ണമായി മുറിക്കുന്നത് പോലെ ഇതാണ് ഒരു എബ്രായ വിശ്വാസി ഇത് കേൾക്കുമ്പോൾ അവന്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ, സ്തോത്രം, കണ്ണമായി മുറിക്കപ്പെട്ടേ നമ്മെ കർത്താവിന്റെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്നേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കോറിലും ജീവിതത്തിന്റെ ഓരോ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ വചനത്തിന്റെ ജീവന്റെ ശക്തി വ്യാപരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. കർത്താവിന്റെ ഹല്ലേലൂയ, സ്തോത്രം, റിട്ടേൺ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ പോയതുപോലെ മടങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ
അല്ലെങ്കിൽ ഒരു ഫുൾ റിപ്പോർട്ട് ഓഫ് അവർ ലോഡ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് സുവിശേഷത്തിലാണ്. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ സെർട്ടിനിറ്റി നമുക്ക് തരുന്നത് നമ്മുടെ കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നുള്ളതായ സെർട്ടിനിറ്റിയാണ് അല്ലെങ്കിൽ പ്രവർത്തികളുടെ പുസ്തകം പ്രധാനമായി നമുക്ക് തരുന്നത്. അതെങ്ങനെയാണ്? അല്ലെങ്കിൽ 2-ാം അധ്യായത്തിൽ അവർ ഒരുമനപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യം ചിന്തയാണ്. അല്ലെങ്കിൽ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, പോയാൽ ഞാൻ കാര്യസ്ഥ നിങ്ങളുടെ മേൽ വരികയില്ല. അല്ലെങ്കിൽ സ്തോത്രം, അപ്പം പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മശിഹാ തമ്പുരാൻ ഉയരത്തിലേക്ക് എടുക്കുന്നത് ഞങ്ങൾ കണ്ടു. അല്ലെങ്കിൽ മേഘം അവനെ മൂടുന്നത് കണ്ടു. ഇപ്പൊ കർത്താവ് എവിടെയാ? പിതാവിന്റെ വലത്തുഭാഗത്താണോ? എന്താണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കാതിരിക്കുന്നത്? എങ്ങനെ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ ആത്മാവ് കൊടിമുഴക്കത്തോടുകൂടെ സിഹിയോൻ മാളിക മുറിയിൽ നിറച്ച് അത് 120 പേരുടെ മേൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവർ അന്യഭാഷകളിൽ ആത്മാവ് അവർക്ക് നൽകിയതുപോലെ ഉച്ചരിച്ചുകൂടാത്ത അവർക്കറിയാത്ത പുതുഭാഷകളിൽ അവർ സംസാരിപ്പാനായി തുടങ്ങിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, ഞങ്ങളുടെ രക്ഷിതാവ് പിതാവിന്റെ വലത്തുഭാഗത്താണ്. പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്നിരിക്കുന്നു. ഹല്ലേലൂയ, അവൻ പിതാവിന്റെ വലത്തുഭാഗത്തുണ്ട്. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ തിരുസഭയാകുന്ന സഭയെ ഹല്ലേലൂയ അവനോടുകൂടെ സ്വർഗസ്ഥലത്തിരുത്തിയിരിക്കുകയാണ്. ഈ ഒരു വലിയ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്നിത് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. ആത്മനിറവിൽ ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ എന്റെ കർത്താവ് ഉയരത്തിലുണ്ട്. എന്റെ വിഷയത്തിനെ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെ എന്റെ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്. വിജയം എന്റെ സൈഡിലാണ്. കാര്യം എന്നാ? എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, വിക്ടറി ഈസ് ഇൻ മൈ സൈഡ് ഫോർ ദ ലോർഡ് ഈസ് വിത്ത് മീ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഹല്ലേലൂയ, സ്തോത്രം, ഈ സെർട്ടിനിറ്റി ഉണ്ടാകേണ്ടതിനു വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വൈസ്മെന് സെർട്ടിനിറ്റി ഉണ്ടായത് ഹല്ലേലൂയ നക്ഷത്രം വെളിപ്പെട്ടതായ സന്ദർഭത്തിലാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ യേശുവാണ് രക്ഷിതാവ്, യേശുവാണ് മശിഹ എന്ന് സെർട്ടിനിറ്റി ഉണ്ടായത്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, അവരാരാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവന്റെ പാത നേർപ്പാക്കാൻ എന്നെ അയച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആരെന്നറിയേണ്ടതിനു വേണ്ടി മാനസാന്തര സ്നാനത്തിനായി എന്നെ യോർദാൻ നദിയിലേക്ക് പിതാവാം ദൈവം അയച്ചു. പിതാവാം ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരുടെ മേൽ പരിശുദ്ധാത്മാവെ പ്രാവു പോലെ ഇറങ്ങുന്നത് നീ കാണുന്നുവോ അവനാണ് മശിഹ. ഹല്ലേലൂയ, സ്തോത്രം. അവനാണ് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യോഹന്നാൻ ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനെ സ്നാനം കഴിപ്പിച്ചിട്ട് അവൻ വെള്ളത്തിൽ നിന്ന് പൊന്തി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പ്രത്യേകം ലൂക്കോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചതായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഒരു സെർട്ടിനിറ്റി ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകനുണ്ടായി. ഇവൻ മശിഹയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചവൻ എന്നുള്ള സെർട്ടിനിറ്റി നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സെർട്ടിനിറ്റി നമുക്കുണ്ടായിരിക്കണം. പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ള സെർട്ടിനിറ്റി നമുക്കുണ്ടായിരിക്കണം. എന്റെ കർത്താവ് വേഗം വരുന്നു എന്നുള്ള സെർട്ടിനിറ്റി നമുക്കുണ്ടായിരിക്കണം. ചില കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ സെർട്ടിനിറ്റിയെ പറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു 7-8 കാര്യങ്ങൾ കൂടെയുണ്ട്. ഹല്ലേലൂയ, അത് പറയുകയാണ് എങ്കിൽ നെക്സ്റ്റ് 5 to 7 more minutes എങ്കിലും എടുക്കും. I'm going to stop it here. But he got the message. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കാറ്റിനാൽ ഉലയുന്ന പോലെയല്ല. എന്തെല്ലാം പ്രശ്നമുണ്ടായാലും, കാരാഗ്രഹത്തിന്റെ അകത്തെ കാരാഗ്രഹത്തിൽ കിടന്നാലും, മകനെ മകളെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നീ ഭാരപ്പെടേണ്ട ആവശ്യം
ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിനക്കറിയാമോ ഹല്ലേലൂയ, ദൈവത്തിന്റെ സഭ ഹല്ലേലൂയ ശ്രദ്ധയോടുകൂടെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേരോദാവ് എത്ര ശക്തമാനായാലും ഹല്ലേലൂയ അവനെ ദൈവമായി ഹല്ലേലൂയ അനേക ജനങ്ങൾ പ്രഖ്യാപനം ചെയ്താലും ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ജീവൻ കർത്താവിന്റെ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. നിന്നെ തൊടുവാൻ യാതൊരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ ദൂതനയച്ച് അകത്തെ കാരാഗൃഹത്തിന് പത്രോസിനെ വിടുവിച്ചതുപോലെ ഹല്ലേലൂയ നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന കർത്താവുണ്ട്, നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവുണ്ട്. പ്രാർത്ഥനയോടുകൂടെ ഭക്തിയോടുകൂടെ കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ തുടർമാനമായി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമ്മൾ സകല ധന്യതകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രത്യേകമായി പ്രയർ റിക്വസ്റ്റുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സ്പോക്കൺ ഓർ അൺസ്പോക്കൺ, if you make it mention, hallelujah, together we will take it into the Lord. Hallelujah സ്തോത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് സ്പോക്കൺ ആണെങ്കിലും ഹല്ലേലൂയ അൺസ്പോക്കൺ ആണെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്തോത്രത്തോടുകൂടെ കൊണ്ടുചെല്ലാം. ഹല്ലേലൂയ നമ്മുടെ കർത്താവെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രയർ റിക്വസ്റ്റ് പറയുവാനുള്ള സമയമാണ്, സമർപ്പണത്തിനായുള്ള സമയമാണ്. May the Lord bless us. Thank you. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനവാടി എന്റെ ജീവിതത്തിലും അനുഗ്രഹവും വിടുതലുമായിരിക്കുക. സ്തോത്രം ചെയ്യുന്ന വിശേഷാൽ പ്രത്യേകം ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ട്, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവദാസനോട് അപേക്ഷിക്കും. Amen. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ വചന കേൾവി നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. എന്തെല്ലാം ഭാരത്തോടുകൂടി ആവശ്യത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നുവോ അവക്കൊക്കെയും കർത്താവ് ഉത്തരം നൽകട്ടെ. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു നിർമ്മല സത്യം നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ അറിയിക്കുക എന്നുള്ളതാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രത്തോടുകൂടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങൾ സ്പോക്കൺ ആണെങ്കിലും അൺസ്പോക്കൺ ആണെങ്കിലും അറിയിക്കാം. ഇന്ന് രാത്രി ആ വിഷയങ്ങളിൽ മേൽ കർത്താവ് ഉത്തരം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുമുഖത്തെ കേഴകൾ നോക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. അവിടെയായി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓക്ലഹോമ പ്രയർ ലൈനായും അതിന്റെ ലീഡർഷിപ്പിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അടുത്തും അകലെയുമായി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുത്തെ അനുഗ്രഹ സമൃദ്ധി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ക്രിസ്തുയേശുവിൽ വേരൂന്നി വളർത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നല്ല കോതമ്പ് മണിയാകുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടതിനാൽ അവിടുത്തെ പുറമുഴവുചാലുകൾ പോലെ കീറിയതിനാൽ ഇന്ന് ക്രിസ്തുയേശുവിൽ വേരൂന്നി അങ്ങയ്ക്ക് വേണ്ടി പുഷ്ടിയോടുകൂടെ വളരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾ വേരൂന്നിയിരിക്കുകയാൽ ഞങ്ങളുടെ തലയായ കർത്താവിൽ കൂടെ ഞങ്ങൾക്ക് സകലതും ലഭ്യമാകുമല്ലോ നാഥ. സ്പെഷ്യൽ പ്രയർ റിക്വസ്റ്റിൽ മേൽ കർത്താവ് ഉത്തരം നൽകുകയും അതിന്റെ ഉത്തരം ഹല്ലേലൂയ സ്തോത്രം എത്രയും വേഗം വെളിപ്പെട്ട് കാണുവാൻ കർത്താവ് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോഭാരത്താൽ ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേട്ടുവെങ്കിൽ കർത്താവ് അവരോടുകൂടെ ഇരിക്കുമാറാകണമേ, അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ സമൃദ്ധി അയക്കുകയും ഹല്ലേലൂയ സ്തോത്രം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ പൊന്നു കർത്താവെ അവരോടുകൂടെ ഇരുന്ന് അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളോടുള്ള ബന്ധത്തിൽ, വിവിധ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ, രോഗസൗഖ്യത്തോടുള്ള ബന്ധത്തിൽ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെയും സൗഖ്യം അയക്കണമേ. വചനം അയച്ച് വിടിപ്പിക്കുന്നവൻ
പരിശുദ്ധാത്മാവൻ കർത്താവെ അവിടെയായി ഭാരങ്ങളിലും ദുഃഖത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിക്കണമേ. ഹല്ലേലൂയ. വിശേഷാൽ ഹല്ലേലൂയ സ്തോത്രം ഈ പട്ടണത്തിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെയൊക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിശേഷാൽ ഞങ്ങളുടെ സഹോദരൻ റജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സൗഖ്യമാക്കുന്ന പ്രിയപ്പെട്ട മകന്റെ മേൽ അയക്കണമേ. അപ്പോൾ ഹല്ലേലൂയ അവിടുത്തെ മകൻ അങ്ങിൽ വേരൂന്നി വളർന്നിരിക്കുകയാൽ ക്രിസ്തുവേശുവിൽ കൂടെയുള്ള പുഷ്ടി പ്രിയപ്പെട്ട മകന്റെ ശരീരത്തിൽ വ്യാപരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി പ്രിയപ്പെട്ട മകന്റെ മേൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രിയപ്പെട്ട മകന്റെ മേൽ വ്യാപരിക്കണമേ. നന്മയ്ക്കെതിരായി സൗഖ്യത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ഹോസ്പിറ്റൽ മുറിയിലേക്ക് കർത്താവ് ഇറങ്ങി ചെല്ലുമാറാകണമേ. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഈ പട്ടണത്തോട് പോരാടുന്ന ദുഷ്ടന്റെ പോരുകളെ ഫൽസിക്കണമേ. കർത്താവെ അടുത്തും അകലെയുമായി പ്രവർത്തിക്കുന്ന എല്ലാ സുവിശേഷ മണ്ഡലങ്ങളിലും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. ഇന്ന് രാത്രിയിൽ ലീഡ് ചെയ്തവർക്കായി, പാടിയവർക്കായി, പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം. എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്കായി സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ വിശ്രമിപ്പാനും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അവിടുത്തെ മുഖശോഭ കണ്ട് ഉണർന്ന് കർത്താവിന് മഹത്വം കരയേറ്റുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ചുറ്റും ദൂതഗണങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ, കർത്താവിന്റെ തിരു സാന്നിധ്യമുള്ളതിനാൽ അങ്ങയുടെ പുണ്യനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ കേട്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ആൾ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. അത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഓർത്തുകൊണ്ട് നമുക്ക് പൂർണ്ണം പ്രാർത്ഥിക്കാൻ, കർത്താവിനെ സമർപ്പിക്കാം. അനുഗ്രഹത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, അഭിഷേകത്തോടെ ഇനിയും കർത്താവിനെ ചെയ്യുവാൻ നേർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്ന് രാത്രികാലം വചനം കേട്ട എല്ലാവരും അത് ഒരു ഡെലിവറൻസ് ആയി, ഒരു ഹീലിംഗ് ആയി, ഒരു ബ്ലെസ്സിംഗ് ആയി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഹോളി സ്പിരിറ്റിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ ദർ ഇസ് എ വിക്ടറി ഇൻ അവർ സൈഡ്. ഹല്ലേലൂയ. ലോർഡ് ഈസ് ഇൻ അവർ സൈഡ്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞവരായി ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായി നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രികാലം ഈ സെഷൻ ലീഡിയതായ കർത്താവിന്റെ ദാസനെ പ്രത്യേകം ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തായി പാർശ്വമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം മനോഹരമായ ഗാനം പാടിയ പ്രിയ സഹോദരി, കാനഡയിലുള്ള പ്രിയ സഹോദരി ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം വചനം കേട്ട എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധികമായ ശക്തി വ്യാപരിക്കട്ടെ. ആ ശക്തിയിൽ നിറഞ്ഞവരായ ദൈവത്തിന് വേണ്ടി നിൽപ്പാണ്ടക്കണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അന്യോന്യമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ഉണർത്തട്ടെ. കർത്തൃകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. യഹോവയെ താങ്ങിയിരിക്കാൻ ഞാൻ ഉണർന്നുമിരിക്കുന്ന രാവിലെ എഴുന്നേറ്റ് പറയുവാൻ തക്കോണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടിയങ്ങളെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ പ്രളയനെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.